രാഹുൽ ഗാന്ധിനെ അസീം മുനീറിന്റെ ഫേസിന്റെ ഭാഗമാക്കി വെച്ചിട്ട് നിർവൃതി പൂണ്ട് വിജൃംഭിച്ച് ജീവിക്കുന്ന സംഖ്യവാണങ്ങളുടെ ഒരു കൂട്ടത്തല്ലായിരുന്നു ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത്. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടി കൊഞ്ഞനം കുത്തുക എന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഏതെങ്കിലും ചോദ്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പാകിസ്ഥാനിയാക്കിയിരിക്കും, അതിൽ നിങ്ങളെ തീവ്രവാദികളാക്കും, നിങ്ങളെ രാജ്യദ്രോഹികളാക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നമ്മളെല്ലാവരും ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ചോദിച്ച 2 ചോദ്യങ്ങളായിരുന്നു ഏറ്റവും പ്രശസ്തമായിട്ട് ചോദിച്ച 2 ചോദ്യങ്ങൾ. ഈ 2 ചോദ്യങ്ങൾക്ക് കൊഞ്ഞനം കുത്തി രാഹുൽ ഗാന്ധിനെ അസീം മുനീറിൻ്റെ ഫോട്ടോ ഒരുമിച്ച് വെച്ചിട്ട് ട്വീറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ചാനലിൽ വന്നിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന ഒരുപാതിരി നിഷ്പക്ഷരായിട്ടുള്ള BJP-ക്കാരെയും നിഷ്പക്ഷ സംഘി പണിക്കന്മാരെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സകല BJP സംഘപരിവാർ RSS വാണങ്ങളെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതലായിട്ട് വാർത്തകളിൽ കണ്ടത്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം 2 ചോദ്യങ്ങളായിരുന്നു. നമ്മുടെ സ്വന്തം വിദേശകാര്യമന്ത്രി, നമ്മുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ എന്തുകൊണ്ട് മുൻകൂട്ടി പാകിസ്ഥാൻ മിലിറ്ററിക്ക് ഒരു അറിവ് കൊടുത്തു, അതായത് ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യാൻ പോവാണ്, ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ രാജ്യത്തെ തീവ്രവാദി ഏരിയ സ്ട്രൈക്ക് ചെയ്ത് ഇല്ലാണ്ടാക്കാൻ പോവാണ്, എന്തിനത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞു? ഇവിടെ ഒരു വാറൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ വാർ പ്രോട്ടോകോൾസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ സിവിലിയൻസ് ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ആദ്യം പറയും അവിടെ സിവിലിയൻസ് ഉണ്ടെങ്കിൽ അവരെ മാറ്റി പാർപ്പിച്ചോളൂ, ഞങ്ങൾ വിത്തിൻ 24 hours അവിടെ അടിക്കും. അതാണ് നോർമൽ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതിനെ ന്യായീകരിച്ച് മെഴുകുന്ന സംഖ്യകൾ ഒരുപാടുണ്ട്. ആ സംഖ്യകളെ നമുക്ക് അങ്ങോട്ട് ആലയിലോട്ട്, പശുവിൻ്റെ തിട്ട ആലയിലൊക്കെ മാറ്റി വെക്കാം, അവർ പോട്ടെ. പിന്നെ രാഹുൽ ഗാന്ധി ചോദിച്ച 2ാമത്തെ ചോദ്യം, വേൾഡിലുള്ള പല പത്രങ്ങളും ലോകത്തുള്ള പല പത്രങ്ങളും പല രാജ്യങ്ങളുടെ യുദ്ധത്തലവന്മാരും ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ഈ സ്ട്രൈക്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലുമൊക്കെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളുടെ ഒരുപാട് ലേഖനങ്ങളും പത്രങ്ങളും ഇതിലൊക്കെ അവർ എഴുതി പിടിപ്പിച്ചിട്ട് ഒരു ന്യൂസ് പടർത്തി വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. എന്താണ് നമ്മുടെ ഇന്നത്തെ ന്യൂസ് 18-ൽ നമ്മുടെ നിഷ്പക്ഷ സംഖ്യയായിട്ടുള്ള നമ്മുടെ പണിക്കര്, അതായത് പണിക്കാരൻ്റെ BJP-യുടെ പണിക്കാരൻ്റെ RSS സംഘപരിവാർ നിഷ്പക്ഷ പണിക്കാരൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് തിരിച്ച് രാഹുൽ ഗാന്ധിനോട്. ആ ചോദ്യങ്ങളൊന്നും നമുക്ക് കേട്ടിട്ട് വരാം. ശ്രീ പണിക്കർ, ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ട് കോൺഗ്രസ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് നേരെയുള്ള ഈ പരിഹാസമാണ്, BJP-യുടെ അസീം മുനീറുമായി ചേർത്ത് വെച്ചുള്ള പരിഹാസമാണ് ഇപ്പോൾ. മഞ്ജുഷ്, ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് എത്രത്തോളം ദുർബലമായിട്ടുള്ള ഒരു പൊസിഷനാണ് എടുക്കുന്നത് എന്ന് അവരൊരു പക്ഷെ തിരിച്ചറിയുന്നുണ്ടാവില്ല. അത് കറക്റ്റാണ് നിഷ്പക്ഷ പണിക്കരെ. കോൺഗ്രസ് എടുക്കുന്ന മൂവ്മെന്റ്സ് ഒക്കെ വളരെ ദുർബലമാണ്. കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും അതിൻ്റെ താഴത്തുള്ള RSS സംഘപരിവാർ അങ്ങനെയുള്ള എല്ലാ പാർട്ടികളും അവർ നമ്മുടെ നാട്ടിൽ കുറേ കാര്യങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് രാജ്യത്തിനെതിരെ പുരുഷനാണ്, അതായത് ബയോളജിക്കൽ ദൈവത്തിനെതിരെ ചോദ്യം ചോദിക്കാൻ പാടില്ല, ദൈവത്തിനെതിരെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലൊരു വലിയ ഭൂരിപക്ഷ സംഖ്യകൾ പേടിക്കും. പിന്നെ ആ പാർട്ടി, അതായത് ആ വിശ്വഗുരു അല്ലെങ്കിൽ ബയോളജിക്കൽ ദൈവത്തിൻ്റെ പാർട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ചോദ്യം ചോദിക്കാൻ പാടില്ല. ആ പാർട്ടി ഭരിക്കണ ഇന്ത്യയിൽ എന്ത് നടന്നു കഴിഞ്ഞാലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ദൈവത്തിനോട് ചോദ്യം ചോദിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലത്തെ എല്ലാവിധ പണിക്കാരും ഭയങ്കര രൂക്ഷമായിട്ട് ബാക്കിയുള്ള ആര് ചോദിച്ചു കഴിഞ്ഞാലും അവന്മാർക്ക് മുദ്ര കുത്തി കൊടുക്കും. അത്രയേ ഉള്ളൂ, അത് വേറെ അതിനപ്പുറത്തോട്ടും ചിന്തിക്കാനില്ല അതിന്. തന്നെയുമല്ല, ഇത് കോൺഗ്രസിന്റെ ഭാവിയിലുള്ള രാഷ്ട്രീയ പ്രോസ്പെക്റ്റുകളെ ഏത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചും അവർക്ക് യാതൊരു വിധത്തിലുള്ള ചിന്തയുമുണ്ട് എന്ന് തോന്നുന്നില്ല. അതിന് വേറൊരു കാരണമുണ്ട് പണിക്ക. അതായത് ഈ നമ്മുടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് 2008 മുംബൈ ആക്രമണം ഉണ്ടായ സമയത്തും അതുപോലെ തന്നെ അതിന് മുമ്പത്തെ 1-2 ആക്രമണങ്ങൾ ഉണ്ടായ സമയത്തും നിങ്ങളുടെ വിശ്വഗുരു, അതായത് ബയോളജിക്കൽ ദൈവം രൂക്ഷമായിട്ട് ആർമി നിങ്ങളുടെ കയ്യിലാണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ കയ്യിലാണ്, ഇൻ്റലിജൻസ് നിങ്ങളുടെ കയ്യിലാണ്, RBI നിങ്ങളുടെ കയ്യിലാണ്. എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങൾ തീവ്രവാദികൾ ഇവിടെ കൊണ്ടുവന്ന് ഈ പറഞ്ഞ പരിപാടി ചെയ്യിച്ചതല്ലേ എന്ന് ചോദിച്ചത് ഇതേ ബയോളജിക്കൽ ദൈവമായിരുന്നു. അപ്പോൾ അന്ന് ബയോളജിക്കൽ ദൈവത്തിനില്ലാത്ത ഏത് എത്തിക്സാണ് ഇപ്പം ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവണമെന്ന് പറയുന്നത്?
അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവണമെന്ന് പറയുന്നത്? ചോദ്യം ചോദിക്കാൻ പാടില്ല. അന്ന് ചോദ്യം ചോദിച്ചപ്പം ആരെങ്കിലും നിങ്ങളെ ഈ താടിജിക്കെതിരെ അല്ലെങ്കിൽ ദ്രോഹ കുറ്റത്തിന് അല്ലെങ്കിൽ താടിജിയുടെ ഫേസിൻ്റെ അപ്പുറത്ത് നമ്മുടെ നവാസ് ഷെരീഫിൻ്റെ ആരെങ്കിലും മുഖം വെച്ച് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അത് കോൺഗ്രസിൻ്റെ മര്യാദ. അന്ന് രാജ്യം ഭരിച്ച കോൺഗ്രസിൻ്റെ മര്യാദ ഇന്ന് നിങ്ങൾ കാണിക്കുന്നത് വൃത്തികെട്ട ചാണക മര്യാദ. അതിനെ മെഴുകി തേപ്പിച്ച് വെളുപ്പിക്കാൻ നിന്നെപ്പോലത്തെ ഒരുപാട് പണിക്കന്മാരും ഇതുപോലെ ചാനലിൽ വന്ന് മെഴുകും. അത്രയേ ഉള്ളൂ. കാരണം ഈ ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ്, പ്രത്യേകിച്ചും ദേശീയ ബോധമുള്ള ഒരു നേതാവ് ചോദിക്കാനേ പാടില്ലാത്ത ചോദ്യങ്ങളാണ് നമുക്ക് എത്ര ഫ്ലൈയിങ് അസറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ചോദ്യം. കാരണം ആ ഇൻഫർമേഷൻ സഹായിക്കുന്നത് ഇന്ത്യയല്ല, ഒരു തരത്തിലും നമ്മളെ സഹായിക്കുന്നതല്ല, മറിച്ച് അത് പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. ഇവിടെ ഈ ചർച്ചയിൽ ശ്രീ സേനാപതി വേണുവും ആവർത്തിക്കുന്നത് ഈ സൈനിക ഓപ്പറേഷൻ നടക്കുന്നതിന് മുൻപേ പറഞ്ഞു എന്നാണ്. അതിനുള്ള സോഴ്സ് എന്താണ്? ഇവിടെ നിന്നാണ് കോൺഗ്രസിന് ഈ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്? ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട DGMOയുടെ പ്രസ്താവനയിലോ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയിലോ ഈ ഓപ്പറേഷൻ നടക്കുന്നതിന് മുൻപ് നമ്മൾ പാകിസ്ഥാനെ അറിയിച്ചു എന്ന് പറഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് എന്നാണ്. ഓപ്പറേഷൻസ് ഇപ്പോഴും തീർന്നിട്ടില്ല, അതിന്റെ ആദ്യ ഘട്ടമാണ് ആദ്യത്തെ ദിവസം നടന്നിരുന്നത്. അപ്പോൾ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് എന്ന് കോൺഗ്രസിനെ ആരാണ് വായിച്ച് മനസ്സിലാക്കി കൊടുത്തത് എന്ന് എനിക്കറിയില്ല. എൻ്റെ അല്ല ശ്രീജിത്ത് പണിക്കരെ, ഞാനൊരു കാര്യം ചോദിച്ചു. അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്നല്ലേ? അല്ല, ഞങ്ങളൊക്കെ അങ്ങനെയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദ ഓപ്പറേഷൻസ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കാര്യം പറയേണ്ടത് തന്നെ അല്ലല്ലോ. എന്തിനാണ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഓപ്പറേഷൻസിൽ എന്തിനാണ് വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ മിലിറ്ററിക്ക് ഈ ഒരു സംഭവം പറഞ്ഞു കൊടുത്തത്? ഇംഗ്ലീഷിനെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാം, കറക്റ്റാണ്, നമുക്ക് ഇംഗ്ലീഷിനെ വളച്ചൊടിക്കാം. പക്ഷെ ബിഫോറും മറ്റും അവിടെ നിൽക്കട്ടെ. സ്റ്റാർട്ട് എന്നുണ്ടല്ലോ അല്ലേ? സ്റ്റാർട്ട് ഓഫ് ദ ഓപ്പറേഷൻസ് അവിടെ വ്യക്തമാണല്ലോ അല്ലേ? അതിലൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇനിയും അടിക്കും എന്നല്ലല്ലേ പറഞ്ഞത്? സ്റ്റാർട്ട് എന്നുണ്ടെങ്കിൽ തുടക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് തുടക്കം തന്നെയാണെങ്കിൽ അതിപ്പോൾ കഴിഞ്ഞ പോലെ തന്നെയാണ്. ഇനി അതേ പേരിൽ നമ്മൾ നെക്സ്റ്റ് രണ്ടാമത് അടിക്കും. ചിലപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ അതേ പേര് രണ്ടാമത് നമ്മൾ അടിക്കും. പക്ഷെ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ബിഫോർ ചേർക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ സ്റ്റാർട്ട് വേണ്ടില്ലായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, വൈൽ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയായിരുന്നു. സ്റ്റാർട്ടെന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തുടക്കം തന്നെയല്ലേ? ഇംഗ്ലീഷ് അറിയുന്നവരൊക്കെ അങ്ങനെയല്ലേ പറയാറ്? ഇനി അതല്ല സംഘികൾക്കും നിഷ്പക്ഷവാദി പണിക്കാർക്കും വേറെ വല്ല ഇംഗ്ലീഷും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ ഒരുപാട് ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കി കേൾക്കട്ടെ. അതിനേക്കാൾ മുമ്പേ ശ്രീ ജയശങ്കർ പറയുന്നതിനേക്കാൾ മുമ്പേ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ DGMO ആണ്, രാജീവ് ഖായ്, ലഫ്റ്റനന്റ് ജനറൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഇൻ ദ വേക്ക് ഓഫ് ഓപ്പറേഷൻ സിന്ദൂർ, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്ന സാഹചര്യത്തിൽ എന്നാണ്. അപ്പൊ ഇത് രണ്ടും വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. കറക്റ്റാണ്. ഇതും വീണ്ടും നീ വ്യക്തമാക്കി ദ വേക്ക് ഓഫ് ദ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു. അതായത് ഓപ്പറേഷൻ തുടക്കത്തിൽ നിന്ന് വ്യക്തമാണ്. നമ്മുടെ DGM പറഞ്ഞതും വളരെ വ്യക്തമാണ്. തുടക്കത്തിൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ഇത് കൊടുത്തത്, ഇൻറ്റിമേഷൻ കൊടുത്തത്. അപ്പോൾ കറക്റ്റാണ്. അപ്പം നീ മെഴുകില്ലേ, ഒരു വിവരക്കേട് പറയല്ലേ? ഈ കേൾക്കുന്ന എല്ലാ സംഘികളും നിങ്ങളുടെ സപ്പോർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ സംഘി പക്ഷപാതികൾ നിങ്ങൾ പറയുന്നതിന് കൈയടിക്കും, നിനക്ക് ഉമ്മ തരും, ഒക്കെ തരും. പക്ഷേ ഇത് നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരില്ല. അതെങ്കിൽ സംഘികളല്ലാത്ത രാജ്യത്ത് നിൽക്കുന്ന മറ്റാളുകളില്ലേ, അവർക്ക് അറ്റ് വേക്ക് ഓഫ് ഓപ്പറേഷൻസും അല്ലെങ്കിൽ സ്റ്റാർട്ട് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തുടക്കം എന്നാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൽ വേറെ മറ്റൊരർത്ഥം കണ്ടുപിടിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഇനി അതല്ലെങ്കിൽ പുതിയ വല്ല ഡിക്ഷണറീസും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് ഡിക്ഷണറീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പ്രതിപാദിച്ചാൽ നന്നാവും. ഇന്ന ഡിക്ഷണറി അല്ലെങ്കിൽ ഇന്ന ഗ്രാമർ വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ കൂടി പഠിക്കാൻ പറ്റും, കൂടുതൽ കാര്യങ്ങളെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. ബാക്കി അതിനേക്കാൾ മുമ്പേ ശ്രീ ജയശങ്കർ പറയുന്നതിനേക്കാൾ മുമ്പേ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ DGMO ആണ്, രാജീവ് ഖായ്, ലഫ്റ്റനന്റ് ജനറൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഇൻ ദ വേക്ക് ഓഫ് ഓപ്പറേഷൻ സിന്ദൂർ, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്ന സാഹചര്യത്തിൽ എന്നാണ്. അപ്പൊ ഇത് രണ്ടും വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. കേട്ടല്ലോ, ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നതിന്റെ മുമ്പാണ് നമ്മൾ കൊടുക്കുന്നത്.
അത് വ്യക്തമായി. തുടക്കത്തിൽ അവൻ വേറൊന്ന് പറഞ്ഞു, ഇപ്പം മറ്റേ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്നൊക്കെ പറഞ്ഞ പോലെ കുഞ്ഞിരാമൻ്റെ ഒരു മലക്കം പറഞ്ഞു ഇപ്പുറത്ത് വന്നപ്പം വായന്നറിയാണ്ട് വീണുപോയി. ഞങ്ങൾ നിങ്ങളുടെ ഭീകര ആക്രമണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പോവാണ്, നിങ്ങളെ സിവിലിയൻസിനെ ഞങ്ങൾ ആക്രമിക്കുന്നില്ല, നിങ്ങളുടെ എന്താ പറയുക മിലിറ്ററി ബേസിനെ ഞങ്ങൾ ആക്രമിക്കുന്നില്ല. പക്ഷെ അവരത് വേണ്ട, അവർ നിഷേധിച്ചു. അത് അവരുടെ കാര്യം. നിശ്ചയിച്ചാൽ ഇന്ത്യ ആക്രമിക്കാൻ പോകുകയെന്ന് മുൻകൂട്ടി പറഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് ആരൊക്കെ മാറ്റണം, എന്തൊക്കെ മാറ്റണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്രിപ്പയർ ആയിരിക്കണം എന്നൊരു ഐഡിയ അവർക്ക് കിട്ടിക്കാണുമല്ലോ അല്ലേ. അത് അവരുടെ നമുക്കറിയില്ല മറ്റു രാജ്യത്ത് എന്താ നടക്കുന്നത്. അപ്പോൾ നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞ് നമ്മൾ കൊടുത്തു എന്നുള്ളത്. ബാക്കി എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഒരു ഭാഗത്തും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഈ രീതിയിലത്തേക്ക് ഇൻഫർമേഷൻ നേരത്തെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ അത് അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത ഒരു വിവരം അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ തന്നെ ദേശദ്രോഹികളാക്കുന്ന കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് സൈന്യത്തിനോട് ഈ ചോദ്യം ചോദിക്കാത്തത്? കാരണം ജയശങ്കറിനേക്കാൾ മുമ്പേ തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് അല്ലേ. അദ്ദേഹമാണല്ലോ ഈ കാര്യത്തിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, ജയശങ്കർ പറഞ്ഞതിനേക്കാൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സൈന്യത്തിനെയും കോൺഗ്രസിന് വിശ്വാസമില്ല എന്നുണ്ടോ? വീണ്ടും ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് പണിക്കർക്കുള്ള ഉരുളിച്ചൻ്റെ ഒരു ഉത്തരം കൊടുത്തു നോക്കാം. നമ്മുടെ എന്താ പറയുക സൈന്യം, നമ്മുടെ ഫയർ മാർഷൽസും എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു അല്ലേ. എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയൊക്കെയാണ് നടന്നത് അത് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഹിന്ദു പത്രത്തിൻ്റെ ഒരു പത്രാധിപനാണ് ചോദിച്ചത്, എൻ്റെ പേരെന്തായിരുന്നു പേര് മറന്നുപോയി. പുള്ളിയാണ് ചോദിച്ചത്, അതായത് വേൾഡിൽ പല സ്ഥലത്തും പല ന്യൂസുകളും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫൈറ്റർ ജെറ്റുകളും റാഫേലും ഒക്കെ വീണിട്ടുണ്ട്, അത് വല്ല സത്യമുണ്ടോ എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സൈന്യത്തിനോട് ഡയറക്റ്റ് ത്രൂ ആയിരുന്നു സൈന്യത്തിനോട് ചോദിച്ചിരുന്നത്. ആ സൈന്യത്തിനോട് ചോദിച്ച സമയത്ത് നമ്മുടെ ഫയർ മാർഷൽ അതിനുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരം പണിക്കർ കാണുന്നുണ്ടെന്ന് കേൾക്കണം കേട്ടോ പ്ലീസ്. All right, I'm happy that you've asked this question. You know, we are in a combat scenario and losses are a part of combat. The question that you must ask us, okay, and indeed that we must ask. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇത് പറഞ്ഞു കേട്ടോ. അതായത് ഈ ചോദ്യം ചോദിച്ച സമയത്ത് പുള്ളി ചോദിച്ചത് ഇതൊരു കോമ്പാറ്റ് സിറ്റുവേഷൻ ആണ് അല്ലേ, കോമ്പാറ്റ് സിറ്റുവേഷൻ ആണ്. അതായത് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എത്ര നഷ്ടങ്ങൾ ഉണ്ടായെന്ന് ചോദിക്കാൻ പാടില്ല. നഷ്ടങ്ങൾ അതിൻ്റെ പാർട്ടാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഒരു വാർ സിറ്റുവേഷനിൽ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവും. ചോദ്യം എന്തായിരുന്നു? നമുക്ക് എന്തെങ്കിലും ഫൈറ്റർ വിമാനങ്ങൾ നഷ്ടപ്പെട്ടോ എന്നായിരുന്നു. അതിനുള്ള ഉത്തരം എന്താണ്? ഇതൊരു വാർ സിറ്റുവേഷൻ, അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ്. അവിടെ അങ്ങനത്തെ ചോദ്യങ്ങളുടെ കാര്യമില്ല. നഷ്ടങ്ങൾ ഉണ്ടാവും. അതെന്ത് ഏതെന്നുള്ളത് ഞാൻ പറയില്ല. നമ്മുടെ പല കാരണങ്ങൾ, നമ്മുടെ സൈനികപരമായിട്ടുള്ള നടപടികളുടെ പല കാരണങ്ങളാൽ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കില്ല. അപ്പം അതിൻ്റെ നെക്സ്റ്റ് ഡെറിവേഷൻസ് ഒന്നും ഞാൻ പറഞ്ഞു തരണ്ട, പണിക്കർക്കൊന്ന് ആലോചിച്ചാൽ മതി, മനസ്സിലാവും. ഏതായാലും ബാക്കി കുറച്ചുകൂടെ കേട്ട് നോക്കാം. Have we achieved our objectives? Have we achieved our objective of decimating that terrorist camp? And the answer is a thumping yes. And the results are for the whole world to see. As for the details, what could have been, how many numbers, which platform did we lose? You know, at this time, I would not like to comment on that because we are still in a combat situation. I would not like to comment on that question. അതായത് ഞാൻ ആ ക്വസ്റ്റ്യൻ ഇപ്പം ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളിപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് അറിയില്ല ഇനി വീണ്ടും സീസ് ഫയർ ഒക്കെ മാറ്റി വീണ്ടും വല്ല സ്ട്രൈക്കുകളും സർജിക്കൽ സ്ട്രൈക്കുകളും യുദ്ധം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ അതിനുള്ള ഉത്തരം പറയില്ല. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. നമ്മൾ പറഞ്ഞ പോലത്തെ 9 സൈനിക കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിച്ചു. അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ജയിച്ചു. നമ്മൾ ആ കാര്യം നമ്മൾ ജയിച്ചു. അത് നമ്മൾ കൊടുക്കേണ്ട വില എന്താണെന്നുള്ളത് നമ്മളിപ്പം അതിന് ഞാൻ കമൻറ്റ് പറയുന്നില്ല. നമ്മൾ ചോദിക്കേണ്ട കാര്യമേ ഇല്ല അത്. അപ്പം എൻ്റെ നിഷ്പക്ഷ പണിക്കൊരു കാര്യം പറയണം. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചതും ഇപ്പം ഈ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രസ് മീറ്റിൽ അല്ലെങ്കിൽ യുദ്ധത്തിനെ പറ്റി കാര്യങ്ങൾ പറയാൻ വന്ന ആൾക്കാരോട് ചോദിച്ച ചോദ്യം ഒന്ന് തന്നെയാണ്. ഉത്തരം BJPയുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. BJP രാജ്യം ഭരിക്കുന്ന പാർട്ടി മാത്രമാണല്ലോ അല്ലേ. അപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സൈഡിൽ നിന്നോ വന്നിട്ടുണ്ടോ വെച്ചാൽ ഇവരാണ് നമ്മുടെ ഫയർ മാർഷലാണ്, പുള്ളിയൊക്കെയാണ് ഇത് പറയാൻ വന്ന ആൾ. അവരോട് ചോദിച്ചപ്പോൾ അവരും ഇല്ല, നമ്മുടെ പോയ ഫ്ലൈറ്റുകൾ തിരിച്ച് വന്നിട്ടുണ്ട്. ഇത്ര വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം എവിടെയും കണ്ടിട്ടില്ല. ചോദ്യം ചോദിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ.
നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവും ഇങ്ങനത്തെ സിറ്റുവേഷനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വല്ല കുറ്റമുണ്ടോ പണിക്കാം? നമുക്ക് പറയാൻ പറ്റുമോ കുറ്റം ഉണ്ടെന്ന്? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ BJP മെഴുകണം, തൂറണം, നക്കണം, വെളുപ്പിക്കണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ നിനക്ക് മെഴുകാം, നിനക്ക് വീണോടുത്ത് കിടന്ന് നിനക്ക് ഉരുളാം, മറയാം, എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം. അത് നീ വ്യക്തമായിട്ട് ഇന്ന് ചാനലിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി മനക്കൂട്ട കെട്ടി പറഞ്ഞ കാര്യമില്ല. അത് ജയശങ്കർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ഫയർ മാർഷൽ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ അറിയാണ്ട് ചോദിച്ചു പോകുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. അല്ലാണ്ട് ഇന്ത്യ യുദ്ധം തോറ്റുവെന്നോ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടുവെന്നോ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് വിദേശ ഇന്റർനാഷണൽ മാഗസീൻസ്, ഇന്റർനാഷണൽ പത്രങ്ങളും ഇന്റർനാഷണൽ രാജ്യങ്ങളുടെ പല തലവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അറ്റ്ലീസ്റ്റ് അവരെ ബോധിപ്പിക്കാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ഞങ്ങൾക്ക് അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയേണ്ട ഒരു ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിനില്ലേ, നമ്മുടെ തടിജിക്കില്ലേ, നമ്മുടെ സൈന്യത്തിനില്ലേ? അതല്ലേ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുള്ളൂ. അവരുടെ മുമ്പിലെങ്കിലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പച്ചക്ക് പറയാൻ എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് മാത്രമല്ലേ പുള്ളി ചോദിച്ചിട്ടുള്ളൂ. ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും ഈ മറ്റേ എന്താ പറയുക, ഒരു രാജ്യദ്രോഹി പാകിസ്ഥാനി ഇങ്ങനത്തെ പല രീതിയിലോട്ട് കുറ്റം ആരോപിച്ച് അതൊരുമാതിരി വൃത്തികെട്ട ചെറ്റ സ്വഭാവമല്ലേ അല്ലേ? അതായത് ഒരുതരം വൃത്തികെട്ട ഒരു നാറിയ പരിപാടിയല്ലേ പണിക്കുക? അങ്ങനെയല്ലേ നമ്മളതിനെ കാണേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഫ്ലൈറ്റ് തന്നത്, നമുക്ക് റാഫേൽ തന്നത് ഫ്രാൻസിൽ നിന്നാണ്. നമ്മുടെ റാഫേലിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നത്. പാകിസ്ഥാൻ്റെ മറ്റ് മിസൈൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ചൈന പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബേസ് കമ്പനി, പാരന്റ് കമ്പനിക്ക് എന്താ പറയുക, അവരുടെ ഷെയർ വാല്യൂ കൂടി എന്നുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ എന്തുകൊണ്ട് ന്യൂസ് വന്നു. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു ന്യൂസ് വരുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒരുവിധ മോഹരികളും പല കാര്യങ്ങളും നമ്മൾ ഇടിഞ്ഞ് താഴെ വന്നിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പം പല എന്താ പറയുക അനലിസ്റ്റുകളും ഉണ്ട്, വാർ അനലിസ്റ്റുകളും ബാക്കിയുള്ള ആളുകളും പുറത്തിരുന്ന്, ഇന്ത്യയുടെ പുറത്തിരുന്ന് പറയുന്ന കാര്യങ്ങളാണ് വീണ്ടും രാഹുൽ ഗാന്ധി ഒന്നുകൂടെ ചോദിച്ചത്. അപ്പോഴേക്കും പുള്ളി രാജ്യദ്രോഹിയും പാകിസ്ഥാന് വേണ്ടി ഇന്ത്യനെ വിൽക്കുന്ന ആളും ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വാ തുറക്കാണ്ടിരിക്കുക, ചോദ്യങ്ങൾ ചോദിക്കാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ജീവിച്ചു പോകാം. അതല്ലെങ്കിൽ NIA വരും, ED വരും, സൈന്യം നേരിട്ട് വരും, രാജ്യദ്രോഹികളാവും, പാകിസ്ഥാനിലോട്ട് നാട് കടത്തും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പിന്നെ നടക്കാനുള്ള ചാൻസ് ഉള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ നിഷ്പക്ഷനായിട്ടില്ലേ, നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകൻ, സംഘ്യ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകനൊക്കെ ആയിട്ട് നമ്മൾ BJPക്ക് വേണ്ടിയിട്ട് കൊയലൂത്ത് നടത്തിക്കോളാം, വത്സനടിച്ചോളാം, കൊയലൂത്ത് നടത്തി മിണ്ടാണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നാട്ടിൽ സമാധാനപരമായിട്ടൊക്കെ ജീവിച്ചു പോകാം. അതല്ലാണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ രാജ്യദ്രോഹിയായിട്ട് മാറും.